ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് ലാപ്ടോപ്പൊക്കെ കുറഞ്ഞ ചിലവിൽ ശരിയാക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിറയെ ഇലക്ട്രോണിക് സാധനങ്ങൾ കുറഞ്ഞ ചിലവിൽ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ യശ്വന്ത്പൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് യശ്വന്ത്പൂരിലെ ഓറിയൻ മോള്. അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതേപോലെ അത് നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞു തരണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. പോകുന്ന വഴിക്ക് ഞാൻ വലിയൊരു സംഭവം കാണിച്ചു തരാം. ഇടത്തെ സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളർ ബോർഡ് വെച്ചതാണ് രാമേശ്വരം കഫേ, യശ്വന്ത്പൂരിലെ രാമേശ്വരം കഫേ. രാമേശ്വരം കഫേനെ പറ്റിയിട്ട് ബാംഗ്ലൂർ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എത്രമാത്രം ഫേമസ് ആണെന്നുള്ള കാര്യം. അതേപോലെ തന്നെ ബാംഗ്ലൂർ വരാത്തവരും കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്ന കാര്യം. അത് ഈ രാമേശ്വരം കഫേയിലാണ്. പക്ഷേ ഈ രാമേശ്വരം കഫേയിലല്ല, വൈറ്റ് ഫീൽഡുള്ള രാമേശ്വരം കഫേയിലാണ്. പിന്നെന്ന് വെച്ചാൽ ഈ രാമേശ്വരം കഫേനെ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ട്. ഞാൻ പോയ സമയത്ത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് പറയുന്നത്. അവിടെ ബോംബ് വെച്ച ആൾ റീസൺ എന്തായിരിക്കും എന്ന് വെച്ചാൽ രണ്ട് റീസൺ ആയിരിക്കും. ഒന്നെങ്കിൽ അവിടുത്തെ തിരക്ക് കണ്ടിട്ട്, അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ, ആർക്ക് തന്നാലും അങ്ങനെയൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്ക് തിരക്കാണ്. ആ തിരക്ക് കണ്ടിട്ടായിരിക്കും ഒന്നെങ്കിൽ ബോംബ് വെച്ചത്, ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾ അവിടുത്തെ ബില്ല് കണ്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലുലു മോളൊക്കെ കഴിഞ്ഞ് മജസ്റ്റിക്കൊക്കെ കഴിഞ്ഞ് നേരെ KR മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ പോകുന്ന സ്ഥലം, അതായത് ഈ മൊബൈൽ റിപ്പയർ, അതേനൊക്കെ ലാപ്ടോപ്പ് സർവീസ്, അതേനൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചാൽ വേറെ എവിടെയല്ല, KR മാർക്കറ്റിനകത്ത് തന്നെ ഒരു ഏരിയ ആണ്. അതൊരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ ഏരിയയിലിട്ട് പോകാം. ശരിക്കും ആ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ SP റോഡ് എന്നാണ്. അപ്പോൾ നമുക്ക് അതായത് പല രീതിയിൽ അവിടെ വരാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്നത് KR മാർക്കറ്റിൽ നിന്നാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് KR മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ KR മാർക്കറ്റിൽ നിന്ന് ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അകത്തോട്ട്, അതായത് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പം അടുത്തൊരു സിഗ്നൽ വരും. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. അപ്പോൾ കുറേ ഇപ്പോൾ തന്നെ കണ്ടില്ല, മൊബൈൽ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ പോകുന്ന വഴിക്ക്. അപ്പം ഇതാണ് പറഞ്ഞ SP റോഡ്. അതായത് ശരിക്കും നിങ്ങൾക്ക് മൊബൈൽ ശരിയാക്കണമെങ്കിലോ ലാപ്ടോപ്പ് ശരിയാക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് കുറഞ്ഞ ചിലവിൽ മേടിക്കണമെങ്കിലോ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം മസ്റ്റായിട്ടും ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേർത്തായിരിക്കും. പിന്നെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വഴിയിലൊക്കെ നിൽക്കും, നമുക്ക് ഫോൺ ശരിയാക്കണോ ലാപ്ടോപ്പ് ശരിയാക്കണോ. എസ്പെഷ്യലി നിങ്ങളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടെന്ന് വെച്ചോ, അതായത് ലാപ്ടോപ്പ് ബാഗ് ഉണ്ടെന്ന് വെച്ചാൽ അവർ ഉറപ്പായിട്ടും പിടിച്ച് വലിച്ചകത്ത് കിട്ടും. ആ രീതിയിലാണ്. അതായത് ലാപ്ടോപ്പ് സർവീസ് ചെയ്യണം സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരും. പിടിച്ചു വലിച്ചല്ല കേട്ടോ, ഞാനത് പറഞ്ഞ മിസ്റ്റേക്കാണ്. ഇപ്പോൾ പിടിച്ചു വലിച്ചിട്ടൊന്നും അല്ല, എന്നാലും അവർ നമ്മുടെ അടുത്ത് വരും, നമ്മൾ നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഏരിയ ആണ്. ഇവിടെ നിന്ന് വെച്ചാൽ നിറയെ അകത്തകത്ത് നിറയെ ഗല്ലികൾ കാര്യങ്ങളുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാനിവിടെ ഇതിന് മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട്. വന്ന സമയത്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു റെഡ്മി ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. സോറി, ഇടയ്ക്കിടയ്ക്കല്ല, 2 തവണയാണ് പോയത്. അതിനൊക്കെ വേറൊരു ഫോണുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ ഞാൻ ഇവിടെ കൊണ്ടൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്തെന്ന് വെച്ചാൽ ഞാൻ നിറയെ കടകളിൽ കയറിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ എല്ലാ ഗല്ലികളിലും ഓൾമോസ്റ്റ് പോയി എവിടെയാണോ വിലക്കുറവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അന്ന് എനിക്ക് ആ ഫോൺ അതായത് ഡിസ്പ്ലേ ശരിയാക്കാനായിട്ട് 900 രൂപയൊക്കെ ആയിട്ടുള്ളൂ. അതായത് പുറത്ത് ഞാൻ ചോദിക്കുമ്പോൾ ഇത് 2000-3000 രൂപയാണ് ഡിസ്പ്ലേ. അതേപോലെ തന്നെ അന്ന് വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്പ്ലേക്ക് 7000 രൂപ ചോദിച്ചു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 1500 രൂപയ്ക്കാണ് ശരിക്കും മാറ്റിയത്. ഞാൻ ഈ ഷോപ്പിലാണ് മാറ്റിയത്. അവിടെ വഴിയിൽ ഒരുത്തന്നെ ഇരുന്ന് റിപ്പയർ ചെയ്യുന്നില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഫാനൊക്കെ വെച്ചിട്ടുള്ള ഈ ഷോപ്പിലാണ് മാറ്റിയത്. ഇവനാണ് എനിക്ക് 2-3 തവണ മാറ്റി തന്നത്. അപ്പോൾ അവൻ്റെ അടുത്തെന്ന് വെച്ചാൽ നല്ല റീസണബിൾ പ്രൈസിൽ അവൻ ചെയ്തു തരും കേട്ടോ. അവൻ തന്നെ പറയും ഇന്നണക്ക് റേറ്റൊക്കെ ഇത്രയാണ്, പക്ഷേ എന്നാലും ഞാൻ ഇത് ചെയ്തു തരാം. അതേപോലെ തന്നെ ഒരു വട്ടം ചെയ്ത് അത് ഒട്ടിയില്ലായിരുന്നു, ഗം ഒട്ടാഞ്ഞിട്ട് ഞാൻ തിരിച്ച് 2ാമത് കൊണ്ടുവന്നപ്പോഴും അവൻ എനിക്ക് നല്ല രീതിക്ക് റെഡിയാക്കി തന്നു കേട്ടോ. അതിന് ക്യാഷൊന്നും മേടിച്ചില്ല. അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എന്തെങ്കിലും പോയാലും ഡിസ്പ്ലേ, അതേപോലെ അവൻ ഗ്യാരൻറ്റി തന്നിരുന്നു. ഡിസ്പ്ലേക്ക് ഇത്ര ദിവസം, അതായത് 6 മാസത്തിനകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ നിലത്ത് വീണ് പൊട്ടുന്നതല്ല, ഡിസ്പ്ലേ അല്ലാതെ തന്നെ എന്തെങ്കിലും പോയി അല്ലെങ്കിൽ കളേഴ്സൊക്കെ വരികയാണെങ്കിൽ അവൻ ചേഞ്ച് ചെയ്ത് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ കമ്പാരിസൺ നടത്തിയതിന് ശേഷമാണ് ഇവനെ സെലക്ട് ചെയ്തത്. അതേപോലെ നിങ്ങളും വരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ കടകളിലും കയറി കമ്പാരിസൺ ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പ് സർവീസിനോ അല്ലെങ്കിൽ മൊബൈൽ സർവീസിനോ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ KR മാർക്കറ്റിലെ SP റോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയുടെ എത്രയും വേഗം കാണാം. അതുവരെ ബൈ.